ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണവും 2023-24 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ചാസ് സ്വയം സഹായ സംഘാംഗങ്ങളുടെ 82 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഫലവൃക്ഷ തൈകളും നൽകി ആദരിച്ചു. ഫലവൃക്ഷ തൈകൾ നൽകി ആദരിക്കുന്നതിലൂടെ വേറിട്ട സന്ദേശമാണ് ചാസ് നൽകുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഭൂമി നമുക്ക് മാത്രം അനുഭവിക്കാൻ വേണ്ടിയുള്ളതല്ല. ബൈബിളിൽ പറയുന്നത് 70 വർഷം ഏറിയ 80 എന്നാണ്. 70 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. അടുത്ത തലമുറയ്ക്ക് നമ്മൾക്ക് ഈ ഭൂമിയെ എങ്ങനെയാണ് ദൈവം തന്നത്, ആ രീതിയിൽ തന്നെ ഈ ഭൂമിയെ അവർക്ക് കൈമാറ്റം ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പൊ ആ ബാധ്യത നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ, അതോടൊപ്പം നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പല വസ്തുക്കളും വലിച്ചെറിയാനുള്ള കുപ്പത്തൊട്ടിയല്ല ഭൂമി. അത് ഇവിടെ സൂക്ഷിക്കേണ്ട സാധനങ്ങളല്ല. അത് നമുക്ക് പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഉള്ള സാധനങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഭൂമിക്ക് ഒരു ഭാരമായി മാറാൻ പാടുള്ളതല്ല. പക്ഷെ നമ്മുടെ ജനങ്ങൾ അത് ഒരു പരിധിവരെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഇതുപോലുള്ള പരിസ്ഥിതി ദിനങ്ങളൊക്കെ ആചരിക്കുന്നത് ജനങ്ങളെയും നമ്മുടെ ലോകത്തെയും ബോധവാന്മാരാക്കുവാൻ, അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക് പുതിയ ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ചാസിനെ ഏറ്റവും അധികം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, 68 വർഷത്തിലേറെയായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എല്ലാ ചാരിറ്റി പ്രവർത്തനത്തിനും മാത്രമല്ല, സ്വയം തൊഴിൽ പദ്ധതി, അതോടൊപ്പം തന്നെ കരകൗശല വസ്തുക്കൾ ഉൽപ്പന്നം വിപണനം, സ്വയം നമുക്ക് ജീവിക്കുവാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ തുറന്നു തരുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ചാസ്. നമ്മുടെ കുളത്തങ്ങളെ ചിലങ്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നു. പിന്നെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അഭിനന്ദനായ മെത്രാപ്പൊലീത്ത പെരുന്തോട്ടം പിതാവ് ചങ്ങനാശ്ശേരി പള്ളി വെച്ച് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഞാൻ പങ്കെടുത്തതാണ്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ഭൂമിയെ സംരക്ഷിക്കുവാനും ഈ ഭൂമി അടുത്ത തലമുറയിൽ കൈമാറുവാനും നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഈ പരിസ്ഥിതി ദ്രോഹിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്യില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഈ ലോകം അല്ലെ ഈ ഭൂമി നാളുകളിൽ വീണ്ടും കൂടുതൽ ശോഭയോടെ മുമ്പോട്ട് പോകണമെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിച്ച ചാസിനെയും എല്ലാ ഭാരവാഹികളെയും അനുമോദിച്ചുകൊണ്ട് ഇവിടെ ഉന്നത വിജയം നേടി ഇവിടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാവർക്കും നല്ല മുൻപോട്ടുള്ള ജീവിതത്തിലും ഉന്നതമായ വിജയങ്ങൾ വീണ്ടും വീണ്ടും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നടത്തുന്നു. നന്ദി, നമസ്കാരം. ചാസ് ഡയറക്ടർ ഫാദർ തോമസ് കുളത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജലക്ഷ്മി SR പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം ചാസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് നമ്പിമഠം നിർവഹിച്ചു. ചാസ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോർജ് തൈച്ചേരി, ഫാദർ ജോസഫ് ചോരാട്ട് ചാമക്കാല, പ്രോജക്ട് ഓഫീസർ ഡെൽന ബിൻസൺ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷീബ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. 54 വിദ്യാർത്ഥിനികൾക്ക് കോട്ടൺ സാനിറ്ററി നാപ്കിനും വിതരണം ചെയ്തു.